ഇപ്പം NRIs ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? NRIസിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NRIs ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റർ ഉള്ളത്, ഇപ്പോൾ നേരത്തെ പലർക്കും TDS ഉണ്ടല്ലോ, ചിലപ്പോൾ TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇവർക്കിത് റീഫണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു മാറ്റർ എന്ന് പറയുന്നത്, പലപ്പോഴും ഇപ്പോൾ NRIs ഒക്കെ ഉണ്ടല്ലോ, NRIസിൻ്റെ മേ ബി ചിലപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ചിലപ്പോൾ വേറെ എവിടേക്ക് ഫോറിൻ ട്രിപ്പ്, ഇത് NRIയുടെ കേസ് മാത്രമല്ല കേട്ടോ, ജനറലി പല ആളുകൾക്കും വിദേശത്തേക്കൊക്കെ ഇപ്പോൾ ടൂറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ടല്ലോ ഫയൽ ചെയ്തതിൻ്റെ അക്നോളജ്മെൻറ്റ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പോകുന്ന കാര്യത്തിൽ. പിന്നെ അടുത്ത മാറ്റർ എന്ന് പറയുന്നത്, NRIനെ സംബന്ധിച്ചിടത്തോളം അത്ര റിലവൻ്റ് അല്ലെങ്കിൽ പോലും, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോണൊക്കെ എടുക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ NRIസിന് NRIയുടെ അവിടുത്തെ സോഴ്സ് ആയിരിക്കും അപ്ലിക്കബിൾ ആവുക. പക്ഷേ ഇവിടെ നാട്ടിലുള്ള ഒരാൾ ലോണൊക്കെ എടുക്കുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു ഇൻകം പ്രൂഫ് ആയിട്ടുണ്ടല്ലോ, അത് ട്രീറ്റ് ചെയ്യും.